എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മത്തങ്ങ ഒഴിച്ച് കറിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 1/4 കിലോ മത്തങ്ങ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മത്തങ്ങ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ മത്തങ്ങയല്ലേ നന്നായിട്ട് വെന്തുടയാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ഇതുപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. എല്ലാ പീസും വേണ്ട, കുറച്ച് പീസുകൾ മാത്രം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ കറി നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, നല്ല ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കരുത്, തിള വരാനായിട്ട് മുന്നേയായിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കണം. അതിനായിട്ട് ചെറിയൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.